നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഇസ്രായേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ. ഗാസ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അയർലൻഡ് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച കത്തിൽ പ്രതിനിധികൾ ഒപ്പുവെച്ചു. അസസ്മെന്റ് ഓഫ് നീഡിനായി കാത്തിരിക്കുന്നത് 16,593 പേർ. അയർലൻഡിൽ അസസ്മെന്റ് ഓഫ് നീഡ് പൂർത്തിയാക്കാൻ കാത്തിരിക്കുന്നത് 16,593 പേർ. ഈ വർഷം രണ്ടാം പാദം വരെയുള്ള കണക്കുകൾ HSE ആണ് പുറത്തുവിട്ടത്. തീരം വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ ഐറിഷ് റവന്യൂ കസ്റ്റംസിന് കൂട്ടായി RCC കോസൈൻ. ഈ മാസം 3-നാണ് കപ്പൽ കോർക്കിലെത്തിയത്. നിലവിൽ കപ്പലിലെ ക്രൂ അംഗങ്ങൾക്ക് പരിശീലനം നൽകി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. PSNI ഡിറ്റക്ടീവ് ജോൺ ക്ലാഡ്വെല്ലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. 45ഉം 25ഉം വയസ്സ് പ്രായമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടാകുന്ന വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ശക്തമായ പോലീസ് ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കുടിയേറ്റ സഹമന്ത്രി കോംബ്രോഫിയാണ് വിഷയത്തിൽ നിർണായക പ്രതികരണം നടത്തിയത്. അംഗീകാരമില്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും മരുന്നുകൾ വാങ്ങരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഐറിഷ് ഫാർമസി യൂണിയൻ. ഇത്തരം സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വ്യാജമരുന്നുകൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും IPU വ്യക്തമാക്കി. ക്ലിക്ക് ആൻഡ് കളക്ട് സേവനം പുനരാരംഭിച്ച് മാർക്ക് ആൻഡ് സെപ്പൻസർ. ഹാക്കിങ്ങിനെ തുടർന്നുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 15 ആഴ്ച സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. മകൾ നേരിട്ട വംശീയ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി വാട്ടർഫോർഡിലെ കോട്ടയം സ്വദേശികളായ ദമ്പതികൾ. ഡബ്ലിനിൽ എല്ലാ രാജ്യക്കാരെയും വംശീയ ആക്രമണങ്ങൾക്കെതിരെ അണിനിരത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൗണ്ടി ഡൌണിൽ ക്രൈസ്തവ പുരോഹിതന് നേരെ ആക്രമണം. സെന്റ് പാട്രിക് അവന്യൂവിലെ പള്ളിയിൽ വെച്ചായിരുന്നു സംഭവം. അക്രമി കുപ്പികൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. ഭീഷണിയുമായി പാക് സൈനിക മേധാവി. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ 10 മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്ന് പാക് സൈനിക മേധാവി അസീം മുനീർ. തങ്ങൾ ആണവരാഷ്ട്രമാണെന്നും ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിയില്ലെന്നും മുനീർ പ്രതികരിച്ചു. വീണ്ടും പണിമുടക്കി ബ്രിട്ടന്റെ F-35B. ബ്രിട്ടന്റെ യുദ്ധവിമാനമായ F-35B വീണ്ടും തകരാറിലായി. ഇതേ തുടർന്ന് ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം താഴെയിറക്കി. ഭീകരരുടെ ഗുഹ തകർത്തു. കാശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാ സേന. കിഷ്ത്വാറിലെ വനമേഖലയാണ് തകർത്തത്. പിന്നാലെ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി. പുതിയ ബിൽ ലോക്സഭയിൽ. പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബില്ല് അവതരിപ്പിച്ചത്. കോതമംഗലത്തെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺസുഹൃത്ത് റമീസ് കസ്റ്റഡിയിൽ. റമീസും കുടുംബവും മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതായി 23-കാരി സോന എൽദോസിന്റെ ആത്മഹത്യാ കുറിപ്പ്. ഓൺലൈൻ മദ്യവിൽപ്പനക്കായി പ്രത്യേക ആപ്പുമായി ബെവ്കോ. ആപ്പിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ ഉടൻ ഓൺലൈനിൽ വിൽപ്പന ആരംഭിക്കാൻ ബെവ്കോ. സ്വർണ്ണ നേട്ടവുമായി മുരളി ശ്രീശങ്കർ. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ ലോങ് ജമ്പിൽ സ്വർണം നേടി മലയാളി താരം മുരളി ശ്രീശങ്കർ. 8.13 മീറ്റർ ദൂരം ചാടിയാണ് നേട്ടം. ക്രിസ്റ്റൽ പാലസിന് കിരീടം. കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കി ഇംഗ്ലീഷ് ക്ലബ് ക്രിസ്റ്റൽ പാലസ്. ഫൈനലിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് കിരീടം സ്വന്തമാക്കിയത്. അയർലൻഡിൽ ചൂട് കൂടും. അയർലൻഡിൽ വരും ദിവസങ്ങളിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടാൻ സാധ്യത. ഈ വാരം താപനില 26 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കാലവർഷം കനക്കും. കേരളത്തിൽ ബുധനാഴ്ചയോടെ കാലവർഷം ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതാണ് മഴയ്ക്ക് കാരണം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.